ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആൺപെൺ ദൈവങ്ങളുടെ പട്ടിക വേണം. സെൻസർ ബോർഡിന് മുന്നിൽ വിവരാവകാശ അപേക്ഷ. ഹൈക്കോടതി അഭിഭാഷകൻ ഹരീഷ് വാസുദേവനാണ് അപേക്ഷ നൽകിയത്. നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഈ സിനിമ വലിയൊരു വിവാദത്തിലായ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? 2-3 ആഴ്ചയായിട്ട് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള വാർത്തകളാണ്. അതായത് കേന്ദ്രത്തിലിരിക്കുന്ന സെൻസർ ബോർഡ് അംഗങ്ങൾ, തലയ്ക്ക് വെളിവില്ലാത്ത ചാണകം നിറച്ചു വെച്ചിരിക്കുന്ന ഈ മരവാണങ്ങൾ ഈ സിനിമയിലെ ജാനകി എന്ന് പറയുന്ന പദം കട്ട് ചെയ്യണം, അതിൻ്റെ പേര് ടൈറ്റിൽ അത് മാറ്റണം, ജാനകി V എന്നാക്കണമെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ജാനകി എന്ന് പറയുന്നത് ഹൈന്ദവ മത വിശ്വാസികളുടെ ദേവിയായിട്ടുള്ള, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന സീതാദേവിയുമായി സാമ്യമുള്ളത് കൊണ്ടാണ് ആ പേര് ഇതിൽ നിന്നും നീക്കം ചെയ്യണമെന്നാണ് ഈ വേട്ടാവളിയന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 സിനിമകൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഈ സിനിമയുടെ കഥാനായകനായിട്ടുള്ള നമ്മുടെ സുരേഷ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ ഓർമ്മയുണ്ടാവും. അതായത് കാശ്മീർ ഫയൽ പോലുള്ള സിനിമകൾ, പുഴ മുതൽ പുഴ എന്ന് പറയുന്ന ഈ അലി അക്ബർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രോമസിംഹൻ എടുത്തിട്ടുള്ള ആ മുണഞ്ഞ സിനിമ, അതുപോലെ തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ട്രൂത്ത് സിനിമ, ഇതെല്ലാം കേരളത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് ബലം പിടിച്ചിട്ടുള്ള ബലവാനാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇത്രയധികം വിവാദത്തിൽ വന്നിട്ടും നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ചേട്ടൻ ഒരക്ഷരം പോലും മൊഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹരീഷ് മാധവൻ ഇങ്ങനെ സെൻസർ ബോർഡിന് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഇദ്ദേഹം പിടിക്കാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പേരുകൾ പരാമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു നഷ്ടമാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ പേരുകളെല്ലാം പ്രസിദ്ധീകരിക്കണമെന്നാണ് നമ്മുടെ ഈ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഇദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സുരേഷ് ചേട്ടനോട് ഇതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് പിന്നെ മറ്റേ ഭരചന്ദ്രൻ IPS അങ്ങോട്ട് കയറും, പിന്നെ പത്രക്കാരുടെ നേരെ ചാടലാകും, പിന്നെ അവരെ വിരട്ടലാകും. ഇപ്പം ആൾ വലിയ സൈലൻറ്റിലൊക്കെയാണ്. പക്ഷേ ചില ആളുകളെയൊക്കെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ എടുത്തോളാം എന്ന രീതിയിലേക്കുള്ള ചില പരാമർശങ്ങളൊക്കെ നമ്മുടെ ശുറ്റി ഗോപിച്ചേട്ടൻ കഴിഞ്ഞ ദിവസവും നടത്തിയത് നിങ്ങളൊക്കെ കണ്ടു കാണും അല്ലേ? എന്തായാലും സുരേഷ് ഗോപിയെ പോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകനും ഇപ്പം ഏറിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ മാധവ് സുരേഷും JSK എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം സുരേഷ് ഗോപിയെക്കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മക്കളായതുകൊണ്ട് അവർക്ക് വേദനിക്കും അല്ലേ? പക്ഷേ സുരേഷ് ഗോപിയെ പോലെ തന്നെയാണ് ഈ മകനും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. ഇതിന് നല്ല കിണ്ണം കാച്ചിയ മറുപടി നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം സുരേഷ് ചേട്ടൻ നമ്മുടെ പത്രക്കാരോട് പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടുപോകാം. അറിയില്ല, ഞാനൊരു 4 ദിവസമായിട്ട് അതികഠിനമായ വേദനയായിട്ട് എൻ്റെ ഫൈറ്റും ക്യാൻസൽ ചെയ്ത് നിൽക്കുക. അവിടെ പാലായിൽ സെറ്റ് ഇട്ട് ഫൈറ്റ് ഒഴിച്ച് ബാക്കി ഫൈറ്റിന് മുമ്പുള്ള സീൻ എടുത്ത് ഫൈറ്റ് കഴിഞ്ഞുള്ള സീൻ എടുത്ത് ഫൈറ്റ് എടുത്ത് തുടങ്ങി. പക്ഷേ ഒട്ടും പറ്റുന്നില്ല. ഫിസിയോതെറാപ്പി ആയിട്ട് വന്നു. ഞാനും പറയണ മോനെ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണോ? ഞാൻ അതിനുവേണ്ടിയാണ് തഴുകിയതേ ഉള്ളൂ, തട്ടിയൊന്നുമില്ല. കേട്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും അല്ലേ? ഇനിയൊരു ജന്മമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പൂനൂലിട്ട ബ്രാഹ്മണനാകണം, ചെവിയിൽ പൂടയുള്ള നായരായിട്ട് ജനിക്കണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നല്ലൊരു മനുഷ്യനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരുപാട് സന്തോഷമായേനെ അല്ലേ? അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ JSK സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ മകൻ മാധവ് പറഞ്ഞത് എന്താണെന്ന് കേൾക്കണ്ടേ? ഇതിന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് കണ്ടോളൂ. വെരി റീസെന്റ് അച്ഛൻ കുറച്ച് വർഷങ്ങൾ മുന്നേ എന്തോ അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായി ജനിച്ച് അമ്പലത്തിലൊരു പൂജാരിയായ കൊള്ളാവുന്നുണ്ടെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവർക്ക് എന്താവണമെന്നുള്ളൊരു ആഗ്രഹം വന്നാൽ, ഇപ്പൊ ഞാൻ പറയാം എനിക്ക് അടുത്ത ജന്മം ഒരു ക്രിസ്ത്യാനിയായി ജനിക്കണമെന്ന്, അത് എന്റെ അവകാശം, മൈ ഡിസിഷൻ എന്നും പറഞ്ഞ് ഞാൻ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലൈനിൽ വ്യൂ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ കളയാക്കണം. അതിനൊരു ഏറ്റവും എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ചില കാര്യങ്ങൾ ഹേർട്ട് ചെയ്യുമെന്ന്, ഇന്നും മറക്കാത്തൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് റിങ് ചെയ്യും അതെനിക്ക്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയെയും പെമ്മക്കളെയും നമുക്ക് കൊണ്ട് തന്നിട്ട് പോകും എന്ന് പറഞ്ഞൊരു കമന്റ്. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർ തല്ലണ്ടേ ഇതിനൊക്കെ. ബട്ട് ക്യാൻ വി ഡു ദാറ്റ്? നോ. അപ്പൊ നമ്മൾ കുറ്റക്കാരാകും. Still happens, right? He's living his life. That person, whoever commented that person. ഇപ്പോഴും ഒരു പിന്നെ റിപ്പർക്കഷൻ ഒന്നും ഇല്ലാതെ നടക്കുമല്ലേ? ആ ഒരു നിയന്ത്രണമില്ലാത്ത വർത്തമാനം, അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഫേക്ക് അക്കൗണ്ട് വരെ ഉണ്ടാക്കി ചെയ്യുന്നവരുണ്ട്. കാര്യം അവർക്ക് നട്ടലില്ല മുഖത്ത് നോക്കി പറയാൻ.
അച്ഛൻ കുറച്ച് വർഷങ്ങൾ മുന്നേ എന്തോ അടുത്ത ജന്മം ഒരു ബ്രാഹ്മണനായി ജനിച്ച് അമ്പലത്തിൽ ഒരു പൂജാരിയായ കൊള്ളാവുന്നുണ്ടെന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവർക്ക് എന്താവണമെന്നുള്ള ആഗ്രഹം വന്നാൽ ഇപ്പൊ ഞാൻ പറയാം എനിക്ക് അടുത്ത ജന്മം ഒരു ക്രിസ്ത്യാനിയായി ജനിക്കണമെന്ന്, അത് എന്റെ അവകാശം, മൈ ഡിസിഷൻ എന്നും പറഞ്ഞ് ഞാൻ ആരും ചോദിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലൈനിൽ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ കളിയാക്കണം. അതിന്റെ ഏറ്റവും എന്റെ മനസ്സിൽ ഇപ്പൊ കാളകൂടം വിഷം സമൂഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പിയിട്ടാണ് പറയുന്നത് ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല. ഇവന്റെ തലയിലും കുഴച്ചു കൂട്ടി വെച്ചിരിക്കുന്ന ആ ചാണകച്ചോറ് തന്നെയാണ്, തലച്ചോറൊന്നുമില്ല അവന്മാർക്ക്. അടുത്ത ജന്മത്തിൽ എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ ലാഘവത്തോടെയാണ് അവൻ പറയുന്നത്. അതെന്താ ഈ ജന്മത്തിൽ പൂജാരി ആവാനുള്ള യോഗ്യതയാണോ പൂണൂലിടണമെന്നുള്ളത്, അല്ലെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്നുള്ളത്? ഇവന്മാരെല്ലാം മനസ്സിലുള്ളതും ഇവരെല്ലാം മക്കളെ പഠിപ്പിക്കുന്നതും നികൃഷ്ടമായ ജാതി മത വർഗീയ വിഷ ചിന്താഗതികളാണ്. മുന്തിയ ജാതി ഇവിടുത്തെ അമ്പലങ്ങൾ ഭരിക്കണം, രാജ്യം ഭരിക്കണം എന്ന് പറയുന്നത് എത്ര നികൃഷ്ടമായ മൃഗീയമായ ഒരു ചിന്താഗതിയാണ്. ആഗ്രഹിക്കുന്നവനും അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ജാതിയുടെ പേരിൽ യോഗ്യതയില്ലാതാക്കുന്നവര്, ഇതല്ലേ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം? അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചെങ്കിലും വിവരം തലയ്ക്കകത്ത് കയറണമെങ്കിൽ ഗോപിയുടെ മോനായിട്ട് ജനിച്ചാ പോരനെ. ഈ മണ്ണിന്റെ അവകാശികളായിട്ടിരുന്നവരുടെ അവകാശം പോലും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. തെണ്ടി തിരിഞ്ഞ് കയറി വന്ന ജാതി സമ്പ്രദായത്തെ ഇവിടുത്തെ രാജ്യത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. പൊളിച്ചല്ലേ. ഒരുപാട് വിഷയങ്ങളിൽ ഈ സഹോദരൻ മറുപടി കൊടുക്കുന്നു. മാധവ് സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് അച്ഛൻ ബ്രാഹ്മണനായിട്ട് ജനിക്കണം, അമ്പലത്തിലെ പൂജാരി ആകണം എന്നൊക്കെ പറഞ്ഞത് അത് അച്ഛൻ്റെ ഒരു അവകാശമല്ലേ? എനിക്ക് ഇനിയൊരു ജന്മത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അച്ഛനെ അല്ലേ ആ മകൻ മോശമാക്കിയത്? ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് വയ്യ എന്തായാലും പുലിവാല് പിടിക്കാൻ. എന്താണെങ്കിൽ ഇതുപോലുള്ള ശുദ്ധ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെയാണ് സാധാരണ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ അനക്കമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ JSK എന്ന് പറയുന്ന സിനിമ, ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് സെൻസർ ബോർഡ് വാശി പിടിച്ചപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് സിനിമയുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു PR വർക്കൊക്കെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സുരേഷ് ചേട്ടന് ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ വന്നപ്പോഴത്തേക്ക് എനിക്കും ചില ഡൗട്ടുകൾ തോന്നി. കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ഒരു വിഭാഗമായിട്ട് ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയായിരുന്നു മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ ബാബാ ബജ്രംഗി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ കുറ്റവാളി, രാജ്യദ്രോഹി, മനുഷ്യന് പിറക്കാത്ത മൃഗതുല്യനായിട്ടുള്ള ഒരു വൃത്തികെട്ട നാറിയെ കുറിച്ചിട്ട് വളരെ പച്ചയായി ആ സിനിമയിൽ സത്യസന്ധമായി കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഊത്തല് പിടിച്ച് ഈ രാജ്യം മുഴുവൻ ഓടി നടന്നതും ഇവിടെ സമരങ്ങൾ ഉണ്ടാക്കിയതും ഇവിടുത്തെ സംഘിവാണങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവർക്ക് സൂഹിക്കത്തില്ല ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ. എന്താണെങ്കിലും ഹരീഷ് മാധവൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇപ്പം സെൻസർ ബോർഡിന് കൊടുത്തിട്ടുള്ള ഈ ഒരു നോട്ടീസ് അതെന്തായാലും വളരെ സ്വാഗതാർഹമാണ്. കാരണം ഇനി ഏതെങ്കിലും ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് ആ സിനിമയിൽ ഇത്രയും പേരുകൾ ഉപയോഗിക്കാതിരിക്കാനെങ്കിലും വേണ്ടി നിങ്ങൾ ഈ പറയുന്ന ആൺ പെൺ ദൈവങ്ങളുടെ പേരുകൾ അത് പ്രസിദ്ധീകരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർമാർക്ക് വലിയൊരു നഷ്ടമുണ്ടാകും. എന്തായാലും സുരേഷ് ചേട്ടൻ്റെ ഈ JSK എന്ന സിനിമയ്ക്ക് ഇനി അനുമതി ലഭിക്കും. കാരണം 88 ഇടങ്ങളിലാണ് കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ നാമം ഉച്ചരിക്കുന്ന സ്ഥലത്ത് മ്യൂട്ട് ചെയ്തുകൊണ്ട് പേരിൻ്റെ അവിടെ V ജാനകി എന്നാക്കുന്നു, അല്ലെങ്കിൽ ജാനകി V എന്നാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജാനകി എന്ന് പറയുന്ന ആ ഒരു പേര് അതിനകത്തുണ്ട്. V ചേർത്താലും V ചേർത്തില്ലെങ്കിലും ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും